ജെൻ ഇസഡ് എന്ന് പറയുന്ന ജനറേഷനെ കുറിച്ച് പറയുന്നതാണ്. നമ്മൾ ഇസഡ് കാറ്റഗറി എന്നൊക്കെ പറയുന്ന പോലെ പുതിയ ജനറേഷനെ കുറിച്ച് പറയും. പുതിയ ജനറേഷന് ഈ ഗവൺമെൻറ്റിനെ, അതായത് മോദി ഗവൺമെൻറ്റിനെ മടുത്തുവോ? ഇന്നലെ കോക്രോച്ച് പാർട്ടി എന്നൊക്കെ പറഞ്ഞ ഒരു പാർട്ടി, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ മടിയൻ പാർട്ടി എന്നൊക്കെയാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ. അപ്പോൾ അതൊരു ഉഡായിപ്പ് സംവിധാനമാണെന്ന് അറിയാം. ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളും തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ് അതിൻ്റെ പിറകിൽ. ഒരു 30 വയസ്സുകാരനാണ് ഇതിൻ്റെ ഒറിജിനൽ ആയിട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ വിഷയം അതല്ല. 1.5 കോടി ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ അത് ഫോളോ ചെയ്തിരിക്കുന്നു. അതിൽ കുറച്ചധികം ആളുകൾ പാകിസ്ഥാനികളാണ്, ഓക്കെ, അവരെ മാറ്റി നിർത്താം. കുറച്ചധികം ആളുകൾ UAE നിന്ന് കയറിയിട്ടുണ്ട്, അവരെ മാറ്റി നിർത്താം. കുറച്ചധികം ആളുകൾ USA നിന്ന് കയറിയിട്ടുണ്ട്, അവരെ മാറ്റി നിർത്താം. എന്നാലും കുറേ ഇന്ത്യക്കാർ അതിനകത്ത് കയറിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇനി പാകിസ്ഥാനിൽ നിന്നും USA നിന്നും UAE നിന്നൊക്കെ കയറിയവർ ഇന്ത്യക്കാരാണോ? ആ ഒരു ചോദ്യമുണ്ട്. അതോ പാകിസ്ഥാനികളും ഒക്കെയാണോ? മോദി ഗവൺമെൻറ്റിനോട് ശത്രുതയുള്ള, BJP ഗവൺമെൻറ്റിനോട് ശത്രുതയുള്ള മറ്റ് രാജ്യത്തിലെ മറ്റ് ജനവിഭാഗങ്ങളാണോ കയറിയത്? ഇത് വളരെ ചോദ്യമാണ്. അതോ അവിടെയുള്ള ഇന്ത്യക്കാരാണോ കയറി ഇതിനകത്ത് ഫോളോ ചെയ്തിരിക്കുന്നത്? ഇത് കൃത്യമായി ഒരു സൂചനയാണ്. ഇതിനിടയിൽ ആക്സ്മൈ ഇന്ത്യയുടെ ഒരു ഗുപ്ത ഒരാളുടെ നേതാവ് ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. 77 വരെ, അതായത് 75-ൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 77 വരെ കോൺഗ്രസിൻ്റെ ഒരു യുഗമായിരുന്നു. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ ജയപ്രകാശ് നാരായണൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള പുതിയ സംവിധാനങ്ങൾ ഇന്ത്യയിൽ വന്നു. ജനസംഘം വന്നു, ജനതാ പാർട്ടി വന്നു, ജനസംഘവും അടക്കമുള്ള എല്ലാ പാർട്ടികളും അതിൽ ലയിച്ചു. കന്യാകുമാരി കാശ്മീർ മുതൽ ജാഥ നടന്നു. പിന്നെ വലിയ പരീക്ഷണമാണ് ഇന്ത്യയിൽ നടന്നത്. മതേതര ജനാധിപത്യ പരീക്ഷണങ്ങൾ നടന്നു. ദേവഗൗഡയുടെ നേതൃത്വത്തിലുള്ള പരീക്ഷണം നടന്നു. EMS ഒക്കെ ആ പരീക്ഷണത്തെ വളരെ വലിയ രീതിയിലാണ് പുകഴ്ത്തുകയും ഇനി ഇടതുപക്ഷ മതേതര ജനാധിപത്യ സഖ്യമാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് വലിയ ആഘോഷമായിരുന്നു. പക്ഷെ ആ സഖ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ആ സഖ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഗ്യാപ്പിലാണ് 2 അംഗങ്ങളുമായി BJP, വാജ്പേയിയുടെ 2 അംഗങ്ങൾ ജയിക്കുന്നത്, വാജ്പേയിയുടെ നേതൃത്വത്തിൽ. പിന്നെ തുടർന്ന് വരുന്നത് BJPയുടെ ഒരു യുഗമാണ്. അപ്പോൾ ഗുപ്ത പറയുന്നത് പോലെ BJP യുഗത്തിന് ചിലപ്പോൾ 10-20 വർഷം കൂടി അടുത്ത് പോകാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ മോദി ആയാലും ആരായാലും കുറച്ച് വർഷം കൂടി പോകാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷനാണ് കേട്ടോ. പക്ഷെ അത് ചിലപ്പോൾ സംഭവിക്കാം. 29-ൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായിക്കൂടാന്ന് പറയാൻ കഴിയത്തില്ല. കാരണം കേരളത്തിൽ നമ്മൾ കണ്ടതാണിപ്പോൾ. 33-ൽ മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം ജനങ്ങൾ ഒരു പർട്ടിക്കുലർ സമയമാകുമ്പോൾ, ഇപ്പോൾ മൂന്നാമത്തെ ചാൻസ് ആയല്ലോ മോദിക്ക്, ജനങ്ങൾ മടുക്കും, സ്വാഭാവികമായിട്ട് മടുക്കും. പുതിയ നേതൃത്വത്തെ തേടും, പുതിയ നേതാവിനെയും തേടും. അതെല്ലാ ജനതയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഭാരതത്തെ അങ്ങനെ ഹിന്ദുത്വമായ ഒരു സമൂഹമാക്കിയിട്ടൊന്നും കൊണ്ടുപോകാൻ എളുപ്പമല്ല. കാര്യം ഹിന്ദുക്കൾ സമ്മതിക്കത്തില്ല. ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. അവർ കുറേ കൂടെ വിശാലമായി ചിന്തിക്കുന്നതാണ്. ആ സമയത്താണ് നമ്മൾ ഈ കോക്രോച്ച് പാർട്ടിയുടെ എന്ന് പറഞ്ഞു വന്ന പുതിയ സംവിധാനത്തിൻ്റെ ഇടപെടലും അതിന് ഇത്രമാത്രം യുവജനങ്ങൾ പ്രതിഷേധവുമായി വന്നതിൻ്റെ കാരണം എന്തെന്ന് അന്വേഷിക്കുക. അല്ലാതെ അതിനകത്ത് ബാഹ്യശക്തി ഉണ്ടോ? അത് ബാഹ്യശക്തി ഉണ്ടാവും. ബാഹ്യശക്തികളുണ്ടോ എന്നുള്ളതിനപ്പുറം ആന്തരികമായിട്ടുള്ള ആളുകളും ആന്തരികമായ ശക്തികളും അതിനകത്തുണ്ടെങ്കിൽ അവർ എല്ലാവരും ദേശവിരുദ്ധരാണ്, എല്ലാവരും മോദി വിരുദ്ധരാണെന്ന് പറഞ്ഞ് എഴുതിത്തള്ളുന്നതിന് പകരം അതിൻ്റെ കാര്യകാരണ സഹിതം, ഡേറ്റ സഹിതം അത് പരിശോധിക്കേണ്ടതുണ്ട്. അതിന് മുസ്ലിങ്ങളാണ് പറഞ്ഞിരിക്കുന്നു, ആ ശരി, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളോട് പറഞ്ഞിരിക്കുന്നു മോദിയാണ്, അങ്ങനെയും തള്ളാൻ പറ്റത്തില്ല. കാരണം എന്താണ്? മുസ്ലിങ്ങളും അസ്വസ്ഥരാണെങ്കിൽ അത് പരിഹരിക്കണ്ടേ രാജ്യത്ത്? ക്രിസ്ത്യാനികൾ അസ്വസ്ഥരാണെങ്കിൽ അതും പരിഹരിക്കണ്ടേ? രാജ്യം ബഹുസ്വരമായ രാജ്യമാണ്, മതേതര രാജ്യമാണ്, ഭരണഘടനയുള്ള രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് രാജ്യത്തെ മുസ്ലിങ്ങൾ അസ്വസ്ഥരാണ്. അത് മുസ്ലിങ്ങൾ ഹിന്ദു ഭരിക്കുന്നത് കൊണ്ട്, ഹിന്ദു നേതാവായതുകൊണ്ട്, മോദി ആയതുകൊണ്ട് മുസ്ലിങ്ങൾ പറഞ്ഞതാണ്, അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ പറഞ്ഞതാണ്, അങ്ങനെ പറയാം. തീവ്രവാദികൾ പറഞ്ഞതാണെങ്കിൽ ഓക്കെ, അതിനെ തള്ളിക്കളയാം, അത് തീവ്രവാദത്തിൻ്റെ ലൈനിൽ പോകും. മത തീവ്രവാദികൾ പറഞ്ഞതാണ്, ഓക്കെ, ദാറ്റ്സ് ഓക്കെ. പക്ഷേ സാധാരണ ജനങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അവരുടെ ജാതിയും മതവും നോക്കി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതെ എന്തുകൊണ്ട് ഇന്ത്യയിലെ ന്യൂജൻ ഇത്രമാത്രം ഈ ഒരു ഫേക്കായിട്ടുള്ള ഒരു സംവിധാനത്തിൽ, ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കപട പാർട്ടി എന്നൊക്കെ എഴുതിയിട്ട്, കപട പാർട്ടി എന്ന് എഴുതുമ്പോൾ തന്നെ അറിയാമല്ലോ അതൊരു തെറ്റായ പാർട്ടിയാണെന്നൊക്കെ അറിയാം. എന്നിട്ട് അതോ ഇനി BJP തന്നെയാണോ അവർക്ക് ഈ ജനങ്ങളുടെ പൾസ് അറിയാൻ വേണ്ടി അവർ തന്നെയാണോ തുടങ്ങിയത്? അങ്ങനെയും ചിന്തിക്കാം.
പല ബിനാമി പരിപാടികളുണ്ടല്ലോ ഇവിടെ. എന്തായാലും ഇതൊരു വളരെ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ആൻറ്റി ഇൻകംബൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഒരു ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ട് മിനിറ്റുകൾക്ക്, ദിവസങ്ങൾക്ക്, മണിക്കൂറുകൾക്കകം 1.5 കോടി ആളുകൾ അത് ഫോളോ ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് എന്തുകൊണ്ട് ഇന്ത്യയിൽ സംഭവിക്കുന്നു തോന്നി? ഇപ്പോൾ ചൈനയിലൊക്കെ ചെയ്ത പോലെ എങ്കിൽ പിന്നെ ഇൻസ്റ്റാഗ്രാം ആളിനെ അല്ലെങ്കിൽ ആ സോഷ്യൽ ഇൻഫ്ലുവൻസറെ തട്ടിക്കളയാം ഒന്നുള്ള, അങ്ങനെയല്ല. ആ വച്ചിരിക്കുന്ന അജണ്ട, ആ പറയുന്ന കാര്യം, അതിൻ്റെ കാര്യകാരണ സഹിതം വിലയിരുത്താൻ ഭരണകൂടം തയ്യാറാകണം. ഇന്ത്യ മോദി ഗവൺമെൻറ്റിലേക്ക് വരണം. ഈ എന്തുകൊണ്ട് കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി വന്നപ്പോൾ അത് പാർട്ടി എന്ന് കേട്ടപ്പോൾ തന്നെ അതിനകത്ത് കാപട്യ പാർട്ടി എന്നൊക്കെ, കപട പാർട്ടി എന്നൊക്കെ കടന്നത് പോലും കാണാതെ ലക്ഷക്കണക്കിന് ജനങ്ങൾ, 1.5 കോടി ആളുകൾ ഫോളോ ചെയ്തു. അതിൽ പാകിസ്ഥാനുകളുണ്ടെങ്കിൽ, ഇന്ത്യക്കാരുണ്ടെങ്കിൽ, ഏത് സമുദായക്കാരും ആരോ ആയിക്കോട്ടെ, എന്തുകൊണ്ടത് ഫോളോ ചെയ്തു എന്നുള്ളത് ഗൗരവതരമായൊരു ഡാറ്റ അനാലിസിസിൻ്റെ സാധ്യത തുറന്നു തരുന്നതാണ്. അത് പരിശോധിക്കപ്പെടണം. അങ്ങനെയാണെങ്കിൽ തിരുത്തപ്പെടേണ്ടത് തിരുത്തുക തന്നെ വേണം. ഭരണകൂടങ്ങൾക്ക് എപ്പോഴും ഈ കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. എല്ലാ കാലത്തും ഭരണകൂട ആളുകളോട് അല്ലെങ്കിൽ നേതാക്കളോട്, രാജാക്കന്മാരെ പോലെ ഇരിക്കുന്നവരോട് ജനങ്ങൾ പലതും പറയും. പഴയ കാലത്ത്, രാജാക്കന്മാരുടെ കാലത്ത് 2 തരത്തിൽ രാജാക്കന്മാർ പുറത്തിറങ്ങും. ഒന്ന്, രാജാവ് തന്നെ വേഷപ്രച്ഛന്നനായി ഗ്രാമങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ പോയി ആളുകളുടെ മനസാക്ഷി എടുക്കും. ഈ രാജഭരണം കൊള്ളാവും. അവിടെ ചെന്ന് കുറ്റമൊക്കെ പറയുമ്പോൾ ആളുകൾ കൂടുതൽ കുറ്റം പറയും. അപ്പോൾ മനസ്സിലായി ഈ രാജാവിൻ്റെ പോക്കാണെന്ന്. അങ്ങനെ രാജാവ് നേരിട്ട് പോയി വിവരങ്ങൾ എടുക്കും. അല്ലെങ്കിൽ വിദൂഷകന്മാരെ അയക്കും, ഗ്രാമങ്ങളിലൊക്കെ അയച്ച് ഈ തുണി അലക്കുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ പബ്ലിക് മാർക്കറ്റിൽ, ഹോട്ടലുകളിൽ, പൊതുജനങ്ങൾ കൂടുന്ന സ്ഥലത്ത് നിന്നിരുന്ന് ചൊറിച്ചിൽ വർത്തമാനം പറയും. അപ്പോൾ ചൊറിച്ചിൽ വർത്തമാനം പറയുമ്പോൾ ആളുകൾ കൂടി അതിനകത്ത് ചേർന്ന് അവരും കുറ്റം പറയും. അപ്പോൾ മനസ്സിലാക്കിക്കോണം രാജാവിന് എതിർപ്പുണ്ടെന്ന്. അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റ് ഡോസ് നടത്തി രാജഭരണം നടത്തിയ ഒരു രാജ്യമാണിത്. അതുകൊണ്ട് ഇവിടെ ഈ ജെന്നിസെൻ്റുകാരുടെ ഈ ഒരു പ്രതിഷേധത്തെ നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. അതിൻ്റെ ഡേറ്റ അനാലിസിസ് നടന്നിട്ട് തിരുത്തേണ്ടത് ഗവൺമെൻറ് തിരുത്തണം. അത് സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമായാലും, മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമായാലും, മറ്റേത് വിഷയമായാലും, ഭക്ഷണ കാര്യങ്ങളുടെ സ്വാതന്ത്ര്യമായാലും, എന്ത് സ്വാതന്ത്ര്യമായാലും, സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും അടിച്ചമർത്തിക്കൊണ്ട് കേവലം വികസനം മാത്രം കൊടുത്തുകൊണ്ട് ജനങ്ങളെ പാട്ടിലാക്കാൻ കഴിയില്ല എന്ന് കേരള നിയമസഭ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇത് കേന്ദ്രത്തിനും ഒരു പാഠമാകട്ടെ.